കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. നാരായണീയത്തിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ ഇപ്പോൾ നമ്മൾ ദശകം 5 അതിലെ ശ്ലോകങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ആദ്യകാലത്ത് നമ്മുടെയൊക്കെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത സൃഷ്ടി എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, അത് ഭഗവാനിലൂടെ നിർവഹിക്കപ്പെട്ട കാര്യം പറയുന്നു. അപ്പോൾ ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എടുത്ത് നോക്കുന്ന ശ്ലോകം 7 ഭഗവാൻ സർവശക്തനായിട്ടുള്ള ഗുരുവായൂരപ്പൻ തൻ്റെ സാത്വികമായിട്ടുള്ള ആ ഒരു ശക്തി, സത്വഗുണപ്രധാനമായ ആ ശക്തി കൊണ്ട് അന്ധക്കരണങ്ങളെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഇന്ന് അപ്പോൾ 3 ഗുണങ്ങളുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ രജോ ഗുണപ്രധാനമായ തൈജസൻ എന്ന് പറയുന്ന ആ ഒരു തൈജസത്തിൽ നിന്ന് 10 ഇന്ദ്രിയ ഗണങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, അതിലൂടെ മാത്രമേ ജീവികൾക്ക് പ്രവൃത്തികളും അവരുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയും. അത് സൃഷ്ടിച്ച കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ താമസരൂപമായ അഹങ്കാരത്തിൽ നിന്ന് തമോ ഗുണം അതാണ് താമസരൂപമായ അഹങ്കാരം. അപ്പോൾ അഹങ്കാരം 3ആയിട്ട് തിരിഞ്ഞതായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് രാജസ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയ ഗണങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, ആ ദശ ഇന്ദ്രിയ ഗണങ്ങൾ ഉണ്ടായ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവമൊക്കെ പറയുന്നു. ഇനി താമസരൂപമായ തമോ ഗുണപ്രധാനമായ അഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്ര രൂപമായ ശബ്ദം ജനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ആകാശത്തിലെ ശബ്ദം, ഒരു പ്രപഞ്ചത്തിലെ ശബ്ദമാണ് ഉണ്ടായത്, അതിലൂടെയാണ് എല്ലാം പിന്നീട് ഉണ്ടായി വന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തിയറിയൊക്കെ ഇല്ലേ, അത് വേറൊരു തരത്തിൽ പറയുന്നു. അതായത് നിന്തിരുവെടിയുടെ ഭഗവാന്റെ ഫലം കൊണ്ട് ആകാശത്തിൻ്റെ തന്മാത്ര രൂപമായ ശബ്ദം ജനിച്ചു എന്നും കൂടെ ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശ്ലോകം വായിക്കാം. ശ്ലോകം 7, ദശകം 5 നാരായണീയം. ശ്ലോകം 7. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗണേശായ നമ, സരസ്വതി നമ. ചൊല്ലാം ശ്ലോകം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. ഭൂമന്മാനസബുദ്ധ്യഹംകൃതി ഇളച്ചിത്താഖ്യവൃത്വന്യുതം തശാന്തകരണം വിഭോ തവ ഫലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ചൊല്ലാം. നാരായണീയം ദശകം 5 ശ്ലോകം 7. ഭൂമന്മാനസബുദ്ധ്യഹംകൃതി ഇളച്ചിത്താഖ്യ വൃത്യാന്വിതം തശാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. അതായത് അല്ലയോ ഗുരുവായൂരപ്പ, സർവശക്തനായ വിഭോ എന്നാണ് വിളിക്കുന്നത്. വിഭു എന്ന് പറയുമ്പോൾ എല്ലാത്തിനും സർവശക്തൻ, അതിന് മുകളിലൊരു ശക്തനില്ല. അതാണ് സർവവ്യാപിയും സർവശക്തനുമായിട്ടുള്ള ഗുരുവായൂരപ്പനെയാണ് വിഭു എന്ന് പറയുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ ശക്തി കൊണ്ട് സത്വ അംശം, അപ്പോൾ ആ ഗുണങ്ങൾ 3 ഉണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ സത്വ അംശം കൊണ്ട് വൈകാരിക അഹങ്കാരം, സത്വാംശമായിട്ടുള്ള വൈകാരിക അഹങ്കാരം. അപ്പോൾ 3 അഹങ്കാരത്തെക്കുറിച്ചും കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. സത്വഗുണത്തിലൂടെ വൈകാരിക അഹങ്കാരം, രജോ ഗുണത്തിലൂടെ രാജസ അഹങ്കാര രൂപമായ രജോ ഗുണ അഹങ്കാര പ്രധാനം തൈജസം എന്ന് പറയുന്നതായിട്ട് മാറി. പിന്നെ താമസരൂപമായ അഹങ്കാരത്തിൽ
അഹങ്കാരവും ഉണ്ട്, താമസരൂപമായ അഹങ്കാരവും ഉണ്ട്. ആ 3 കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ പറയുന്നു, സർവ്വവ്യാപിയായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാന്റെ ശക്തി കൊണ്ട് സത്വാംശമായിട്ടുള്ള വൈകാരിക അഹങ്കാരം ആണ് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നായിട്ട് മാറിയത്. മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നത് എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ അന്ധക്കരണം എന്ന് പറയാം. അപ്പം മനോബുദ്ധി അഹങ്കാര ചിത്തത്തെയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ഇതിനെ സൃഷ്ടിച്ചു. അപ്പം ഈ മനോബുദ്ധി അഹങ്കാരം അത് അന്ധക്കരണത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ സത്വ അംശമായ വൈകാരിക അഹങ്കാരം തന്നെയാണ് എന്ന് പറയുന്നു. ഇനി രാജസ അഹങ്കാര രൂപമായിട്ടുള്ള തൈജസം എന്നാണ് അതിന് പറയുന്നത്. അതിൽ നിന്നാണ് 10 ഇന്ദ്രിയ ഗണങ്ങളുണ്ടായത്. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അപ്പം ഈ താമസരൂപമായ അഹങ്കാരം, മൂന്നാമത്തെ ആ ഒരു വിഭാഗം, അതിൽ നിന്ന് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ മരുത്പുരാധീശ്വരനായ ഭഗവാനെ എന്നാണ് അതിൽ പറയുന്നത്. ഭഗവാന്റെ ആ ബലം കൊണ്ട് ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായിട്ടുള്ള ശബ്ദം ജനിച്ചു എന്ന്. അപ്പം ശബ്ദം ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായിട്ടാണ് ഇവിടെ ശബ്ദത്തെ പറയുന്നത്. അത് ജനിച്ചു, അത് വന്നത് ഭഗവാന്റെ താമസരൂപമായ അഹങ്കാരത്തിൽ നിന്നാണ്. അപ്പോൾ രാജസരൂപമായ അഹങ്കാരത്തിൽ നിന്ന് വന്നാണ് 10 ഇന്ദ്രിയങ്ങൾ. നമ്മളുടെയൊക്കെ 10 ഇന്ദ്രിയങ്ങളാണ് നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്നത്. അതുപോലെ താമസരൂപമായ അഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദം ജനിച്ചത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ എന്താണ് മേൽപ്പത്തൂർ പറയുന്നതെന്നുള്ള ആ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹേ ഭൂമൻ, ഹേ വിഭു എന്നൊക്കെയാണ് വിളിക്കുന്നത്. സർവശക്തനായ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു. തവ ബലാത്, തിരുവടിയുടെ ശക്തിയാൽ, സത്വാംശ ഏവ, സത്വാംശമായ വൈകാരിക അഹങ്കാരം തന്നെ, മാനസ ബുദ്ധി അഹങ്കൃതി ഇളച്ചിത്താഖ്യവൃത്വന്യതം എന്ന് ഒറ്റ പദമായിട്ട് പറയുന്നുണ്ട്. അതിൽ കുറേ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. മാനസ ബുദ്ധി അഹങ്കൃതി എന്ന് പറയേണ്ട മനസ്സം ബുദ്ധി അഹങ്കാരം, അതാണ് മാനസ ബുദ്ധി അഹങ്കൃതി. ഇളച്ചിത്താഖ്യ വൃത്വന്യതം, ഇതെല്ലാം കൂടെ ചേർന്ന് ചിത്തവൃത്തിയോടുകൂടി ചേർന്ന് എന്നിവയോടുകൂടി ചേർന്ന് ചിത്തം എന്നു പേരായ വൃത്തി, തത് അന്ധക്കരണം ച, ആ സത്വഗുണപ്രധാനമായ തത് എന്ന് പറയുമ്പോൾ അത് അന്ധക്കരണത്തെയും അസൃജത് സൃഷ്ടിച്ചു. അപ്പോൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ കൂടി ചിത്തമൊക്കെ കൂടിയിട്ടുള്ളതിനാണ് നമ്മൾ അന്ധക്കരണം എന്ന് പറയുന്നത്. അത് വൈകാരിക അഹങ്കാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ സത്വഗുണപ്രധാനമായ വൈകാരിക അഹങ്കാരത്തിൽ നിന്നാണ് അതുണ്ടായത്. കുറച്ച് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഇനി പറയുന്നു തൈജസത, അത് അഹങ്കാരത്തിൽ നിന്ന്, രാജസ അഹങ്കാര രൂപമായ തൈജസത്തിൽ നിന്ന്, തൈജസത എന്ന് പറയുന്നുണ്ട്. തൈജസൻ എന്ന് പറയുന്നത് രജോ ഗുണപ്രധാനമായ അഹങ്കാരമാണ്. ആ തൈജസത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണ, 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന ഗണം. 10 ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ. അതായത് രൂപം, ശബ്ദം, ഗന്ധം, രസം, സ്പർശം, ഇതാണ് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ. ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അവയാണ്. അവയുടെ എന്താ പറയുക, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കൈ, കാല്, നാക്ക്, ഉപസ്ഥം, ഗുദം എന്നിവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ആ കർമ്മേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു 10 ഇന്ദ്രിയ ഗണങ്ങൾ, ദശേന്ദ്രിയ ഗണം എന്ന് പറഞ്ഞു. അതാണ് ഈ 5 കർമ്മേന്ദ്രിയങ്ങളും 5
ജ്ഞാനേന്ദ്രിയങ്ങളും. അതാണ് ദശേന്ദ്രിയ ഗണം. അപ്പോൾ അല്ലാഹേ മരുത്പുരപതേ അല്ലയോ ഗുരുവായൂരപ്പ ത്വദ്ബലാത് അങ്ങയുടെ ആ ഒരു ബലം അല്ലെങ്കിൽ പ്രേരണയാൽ നഭസ തന്മാത്രം ആ ഒരു അങ്ങയുടെ തമോ ഗുണപ്രധാനമായിട്ടുള്ള ആ പ്രേരണയാൽ നഭസ തന്മാത്രം ആകാശ തന്മാത്രമായിട്ടുള്ള ശബ്ദം തന്നെ ജനിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാന്റെ ശക്തി കൊണ്ട് സത്വാംശമായിട്ടുള്ള വൈകാരിക അഹങ്കാരം, അതാണ് മനോബുദ്ധി അഹങ്കാരം, അതിനോട് ചേർന്ന് ചിത്തം എന്ന് പോയ വൃത്തിയോടുകൂടി ചേർന്ന് അന്ധക്കരണത്തെ സൃഷ്ടിച്ചു. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞാണ്. ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ സാത്വിക അഹങ്കാരം അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി രജോഗുണപ്രധാനമായ അഹങ്കാരം, അതായത് തൈജസത്തിൽ നിന്നാണ് ദശേന്ദ്രിയ ഗണങ്ങളുണ്ടായത്, അതാണ് ഇവിടെ പറയുന്നത്. ഇനി താമസരൂപമായ അഹങ്കാരത്തിൽ നിന്ന് ഭഗവാനെ, ഇനി താമസരൂപമായിട്ടുള്ള തമോ ഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാവുന്നത് ആകാശത്തിൻ്റെ തന്മാത്ര രൂപമായിട്ടുള്ള ശബ്ദം, അതിൽ നിന്നാണ് ജനിച്ചത് എന്നും പറയുന്നു. അപ്പോൾ ഭഗവാന്റെ പ്രഭാവം, മഹിമ, വലിപ്പം, ശക്തി, ഐശ്വര്യം എന്നിങ്ങനെ അനേകം അർത്ഥങ്ങൾ ഈ ഒരു ഭൂമൻ എന്ന പദം തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഭഗവാന്റെ മഹിമയും പ്രഭാവവും വലിപ്പവും ഒക്കെ കാണിക്കുന്നതാണ് ഭൂമൻ, വിഭു, മരുത്പുരപതേ. ആ 3 വാക്കുകളും ഈ ഒരു ശ്ലോകത്തിലുണ്ട്. ഇത് ഭൂമൻ എന്നും വിഭോ എന്നും മരുത്പുരപതേ എന്നൊക്കെ സംബോധനകളുണ്ട്. പ്രഭാവത്തെയും മഹിമയെയും വലുപ്പത്തെയും ശക്തിയെയും ഐശ്വര്യത്തെയും ഒക്കെ കാണിക്കുന്ന അർത്ഥമാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാം ഉള്ളവൻ, ഇതെല്ലാം മഹിമയും ഐശ്വര്യവും വലുപ്പവും ശക്തിയും ഒക്കെ ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ് ഭൂമൻ എന്ന്. അപ്പോൾ നമ്മൾ നാരായണീയം പഠിക്കുമ്പോൾ ഈ ഭൂമൻ എന്ന് പറയുന്ന വാക്ക് ഒരുപാട് നമുക്ക് ഇടയിൽ കാണാം. അതുപോലെ വിഭു എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സർവശക്തനായ ഭഗവാനെ, ശക്തി സമഗ്രത, ഭഗവാന്റെ ശക്തി സമഗ്രതയെ കാണിക്കുന്നു, നിത്യതയെ കാണിക്കുന്നു, നാദ പദവിയെ കാണിക്കുന്നു, ആത്മാവായിരിക്കുന്ന സ്ഥിതിയെയും കാണിക്കുന്നു. ഇനി മരുത്പുരപതേ എന്ന് പറയുന്ന ആ ഒരു വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ശ്ലോകത്തിൽ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ എന്നാണ്. മരുത്ത് എന്ന് പറയും വായുപുരത്തിൻ്റെ പതി, അതായത് ഗുരുവായൂരപ്പൻ. ഇവിടെ പ്രതിഷ്ഠാമൂർത്തിയെ, ഗുരുവായൂരിലെ പ്രതിഷ്ഠാമൂർത്തിയെ തന്നെയാണ് പറയുന്നത്. വായുവിൻ്റെ വ്യാപാരങ്ങൾക്ക് പതിയായ മരുത്പുരപതേ, വായുവിൻ്റെ വ്യാപാരങ്ങൾക്ക് പതിയായിട്ടുള്ള ഭഗവാനെ, അതാണ് ഗുരുവായൂരപ്പൻ. നമ്മുടെ ശബ്ദം ഒക്കെ വായുവിൻ്റെ വ്യാപാരം കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ഭഗവാന്റെ ബലം കൊണ്ട് ശബ്ദമുണ്ടായി, അതാണ് ശബ്ദോജനി ത്വദ്ബലാത് എന്ന് അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ശബ്ദോ അജനി ഉണ്ടാവുന്നു, ശബ്ദം അജനി ത്വദ്ബലാത് അങ്ങയുടെ ബലം കൊണ്ടുണ്ടാവുന്നു എന്ന് 4ാമത്തെ വരിയിൽ പറയുന്നുണ്ട്. ഇനി ശബ്ദത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് വായുവാണ്. വായുവിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് പലതരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്ലൂട്ട് വായിക്കുമ്പോൾ അതിൽ നമ്മൾ സുഷിരങ്ങളിൽ മാറി മാറി വിരലുകൾ പോകുമ്പോൾ ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു സഞ്ചാരത്തിന് വരുന്ന ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് പലതരത്തിലുള്ള ആ ഒരു നാദം കേൾക്കുന്നത്. അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ അധീശനായ ഭഗവാന്റെ ബലം കൊണ്ടേ ശബ്ദം ഉണ്ടാകൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടികാര്യങ്ങളൊക്കെ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നും പറയുന്നുണ്ട്. ഇനി വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തമൊക്കെ ഉണ്ടായ കാര്യം നമ്മൾ ഇതിന് മുമ്പത്തെ ശ്ലോകം, അതായത് ഇപ്പോൾ നമ്മൾ 7 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി രാജസ അഹങ്കാരമായിട്ടുള്ള തൈജസത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് 10 ഇന്ദ്രിയ ഗണം ഉണ്ടായി എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അവയൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മുടെ അന്ധക്കരണങ്ങളെ നിയന്ത്രിക്കാൻ ഇന്ദ്രിയങ്ങൾ വേണം. അന്ധക്കരണങ്ങളെ പോലും നിയന്ത്രിക്കുന്നതിന് ഇന്ദ്രിയങ്ങൾ, കാരണം ഇന്ദ്രിയങ്ങൾ കണ്ണിലൂടെയും മൂക്കിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്ന അതാണല്ലോ ഇന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്,
ത്വക്ക്, ചെവി. ഇതിലൂടെ വരുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തമൊക്കെ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ചിട്ടാണ് അന്ധകരണം പല രീതിയിൽ അതിൻ്റെ വ്യാപാരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനാണ് രാജസ അഹങ്കാരങ്ങൾക്ക് ആധാരം ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ് എന്നും പിന്നെ രാജസ അഹങ്കാര രൂപമായ തൈജസത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നിട്ടുള്ള ദശപ്രാണഗണം ഉണ്ടായത്. ദശപ്രാണഗണങ്ങൾ പിന്നെ ഉണ്ടായത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ദ്രിയം വേണം. എന്തൊക്കെയാണ് ഇന്ദ്രിയം? നേത്രം, കണ്ണ്, അതുപോലെ ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ അവയവങ്ങൾ. ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അവയോട് ചേർന്ന് പിന്നെ രൂപം, ഗന്ധം, രസം, ശബ്ദം, സ്പർശം എന്നിവ ഈ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ വിഷയങ്ങളായിട്ട് വരും. അപ്പോൾ മൂക്ക് ഗന്ധം അറിയുന്നു, രസം നാവ് അറിയുന്നു. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ കണ്ണ്, മൂക്ക്, നാക്ക് ആയിരിക്കുമ്പോൾ തന്നെ അവയുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് രൂപം, ഗന്ധം, സ്പർശം, രസം, ശബ്ദം എന്നിവ. ഇനി കൈ, കാല്, നാക്ക്, ഉപസ്ഥം, ഗുദം. ഇത് നമുക്ക് പല കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന കൈ, കാല്, നാക്കുകൊണ്ട് സംസാരിക്കുന്നു. അതുപോലെ ഉപസ്ഥം, ഗുദം എന്ന് പറയുന്ന നമ്മുടെ മലമൂത്ര വിസർജനത്തിനും അതുപോലെ തന്നെ പിന്നെ ലൈംഗിക കാര്യങ്ങൾക്കൊക്കെ ഉപസ്ഥവും അതും ഗുദവുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവയുടെ വ്യാപാരങ്ങളും ഒക്കെ ഈ 10 ഇന്ദ്രിയങ്ങളും വഴിയാണ് ജീവികൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ഈ 10 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഓരോ ജീവികളും ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ പ്രപഞ്ച അനുഭവ പ്രതീതി എന്ന് പറയുന്നത് ഈ 10 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇനി താമസ അഹങ്കാരം. അപ്പോൾ നമ്മൾ 2 അഹങ്കാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വൈകാരിക സത്വഗുണപ്രധാനമായ വൈകാരിക അഹങ്കാരമെന്നും തൈജസൻ രാജസ അഹങ്കാരമായിട്ടുള്ള തൈജസൻ, അതിൽ നിന്നും പിന്നെ 10 ഇന്ദ്രിയ ഗണങ്ങളുണ്ടായ കാര്യം പറഞ്ഞു. ഇനി താമസ അഹങ്കാരമുണ്ട്. തമോ ഗുണപ്രധാനമായിട്ടുള്ള അതിൽ നിന്നാണ് നഭസിൻ്റെ തന്മാത്രയായ ശബ്ദമുണ്ടായത് എന്നും ആകാശം സർവ്വവ്യാപിയായി ആണ്, അത് ആകാശത്തിന് രൂപമില്ല, നിർഗുണമാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ശബ്ദം ഉണ്ടാകണമെങ്കിൽ വായു വേണം. വായു ഇല്ലാത്തിടത്ത് ശബ്ദം ഉണ്ടാവില്ല. അപ്പം ആകാശത്തിൽ വായു ഭഗവത് പ്രേരണ കൊണ്ട് പ്രവേശിച്ചു എന്ന് വേണം പറയാം. അപ്പോൾ ആകാശമുണ്ട്. ആകാശം എന്ന് പറയുമ്പോൾ സ്പേസ് എന്നുള്ള അർത്ഥമാണ്. സ്പേസ് ഇവിടെ മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ ചുറ്റും ആകാശമുണ്ട്, വായുവുണ്ട്. ഈ ആകാശത്തിൽ വായു ഉണ്ടാകുമ്പോഴേ അവിടെ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പം ആകാശത്തിൽ വായു ഭഗവത് പ്രേരണ കൊണ്ടാണ്, ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ആകാശത്തിൽ വായു ഭഗവത് പ്രേരണ കൊണ്ട് പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശബ്ദ ബ്രഹ്മരൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ആ ഒരു ശബ്ദബ്രഹ്മരൂപമാണ്. ശബ്ദബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ഒക്കെ പറയുമ്പോൾ ഈ ശബ്ദബ്രഹ്മരൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ആദ്യം ഉണ്ടായത് എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ അവിടെ ആകാശം വേണം, അതിൽ വായുവിൻ്റെ സാന്നിധ്യം വേണം. എന്നാലേ ആ ശബ്ദബ്രഹ്മരൂപമായിട്ടുള്ള അതിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഈ ശബ്ദബ്രഹ്മരൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ആ ഒരു ആകാശം, അതിലുള്ള വായു, അത് ഭഗവത് പ്രേരണ കൊണ്ടാണ് പ്രവേശിച്ചത് എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. അതിലൂടെയാണ് ശബ്ദബ്രഹ്മ രൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായത് എന്നും ആ പ്രയോഗം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ആദ്യം ആകാശം, പിന്നെ അതിൽ ഭഗവാന്റെ പ്രേരണ കൊണ്ട് വായു ഉണ്ടായി. അതിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും പല പല കാര്യങ്ങളിലൂടെ ഈ സൃഷ്ടി, അതിൻ്റെ വിപുലീകരണം നടക്കുന്നത് നമ്മളിങ്ങനെ ഇനി ക്രമേണ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശ്ലോകം 7, ദശകം 5 എന്ന് പറയുന്ന ഒരിക്കൽ കൂടെ ചൊല്ലാം. ഭൂമന്മാനസ ബുദ്ധ്യഹംകൃതി
ഇളച്ചിത്താഖ്യവൃത്തി അന്വിതം തശാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്ഥൈജസദോദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഈ ഒരു ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.